ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രയർ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ദാ റമളാനൊക്കെ വരാണ്, ഇനി ഒരു മാസം കൂടിയുള്ളൂ. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഞാനിവിടെ 4 മീറ്റർ അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കോട്ടൺ യൂസ് ചെയ്യാം. ഇപ്പോൾ സമ്മർ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് കോട്ടൺ ആയിരിക്കും ബെറ്റർ. നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വിഡ്ത്തിൻ്റെ പോർഷൻ രണ്ടായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 3 പീസായിട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. ബാക്ക് പീസ്, ഫ്രണ്ട് പീസ്, ദെൻ സ്ലീവ്. അപ്പോൾ ഫ്രണ്ട് പീസ് കറക്റ്റ് നമ്മൾ 80 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്യുക, ദെൻ 60 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ഇനി ബാക്കി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് സ്ലീവ് ഇതുപോലെ നമുക്കൊരു 20 ഇഞ്ചസ് ബാലൻസ് കിട്ടും. ആ ഒരു 20 ഇഞ്ചസ് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ് കറക്റ്റ് നമ്മൾ 20 ഇഞ്ചസ് തന്നെ വേണം. നമുക്ക് അതിൽ നിന്ന് കൂടിയാലും കുഴപ്പമില്ല, ഒരിക്കലും കുറയരുത്. കറക്റ്റ് 20 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇപ്പം ഫോൾഡ് ആക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ടോട്ടൽ 20 ഇഞ്ചസ് ഉണ്ടാവും. നമുക്കൊരു 18 ഇഞ്ചസ് മതി. ബാക്കി ഒരു 2 ഇഞ്ചസ് നമുക്ക് ബാക്കിൽ ഈ ഒരു ഹെഡ് പോർഷനിൽ വള്ളി കൊടുക്കാനുണ്ട്. ആ വള്ളിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു 2 ഇഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ 18 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇല്ലേ, അതിൻ്റെ ലെങ്ത് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. 60 ഇഞ്ചസോ അല്ലെങ്കിൽ 80 ഇഞ്ചസിലോ ഒരിക്കലും കുറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ വേറെ കട്ടിംഗ് ഒന്നുമില്ല. 2 പീസ് ഇതുപോലെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ നമുക്കൊരു 8.5 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തെ ആ ഒരു പോർഷനിലേക്ക് കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തെ ആ ഒരു ക്ലോസ് ആയ പോർഷൻ ഇല്ലേ, അതിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് എന്ന് പറയുമ്പം 80 ഇഞ്ചസ് ലെങ്ത് ഇല്ലേ, ആ ലെങ്തിൽ കട്ട് ചെയ്ത പീസില്ലേ, അതാണ് ബാക്ക് പീസ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ നോർമലി മടക്കൂലേ, മടക്കി സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഫോൾഡ് ചെയ്ത് പിടിക്കാം. ദെൻ നമുക്കൊരു 11 ഇഞ്ചസ് ഫേസ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ നീഡിൽ തിരിച്ചിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ല, ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിവിടെ ഈ ഒരു ബോട്ടം പാർട്ടും ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ലെങ്ത് ഉള്ള പീസ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസ്. ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇതാണ് ഫേസിൻ്റെ പോർഷൻ വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഈ ഒരു പീസിൽ നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പോയിൻ്റ് നമുക്കിവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡിലേക്കും ഈ സെൻട്രൽ പാർട്ടിൽ നിന്ന് 2 സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോർമലി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ലോക്ക് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ ചുരുട്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ ചുരുട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇവിടെ വെച്ചിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ടും ഇതിൻ്റെ സെൻറ്റർ പാർട്ടും കറക്റ്റായിട്ട് ഇതുപോലെ പിടിക്കാം. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ചുരുട്ടി അടിക്കണമെങ്കിൽ അങ്ങനെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ചുരുട്ടി ഇതുപോലെ അടിക്കാം. ഞാനിവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണേ. ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സീം അലവൻസ് ഇല്ല, ആ ഒരു തയ്യൽ തുമ്പിന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ.
പിന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ജോയിൻറ്റ് ചെയ്ത സെൻറ്റർ പാർട്ടില്ലേ, അവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഇതുപോലെ ഹോളായിട്ട് എന്തെങ്കിലും നമുക്ക് കാണും, സ്റ്റിച്ച് വീഴാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് 8 ഇഞ്ചസ് ലെങ്ത് വരുന്ന 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം. കോർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരെൻഡ് നമുക്ക് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതർ സൈഡിൽ നമ്മൾ പിന്നെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു പോർഷനും നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടും. രണ്ട് സൈഡിലെയും സ്ലീവ് ഇതുപോലെ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെയും ഞാനിവിടെ മടക്കിയാണ് കേട്ടോ, ഇതുപോലെ ചുരുട്ടി സ്റ്റിച്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമലി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ സ്റ്റിച്ച് കൊടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെഡ് ബാൻഡില്ലേ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. ആ ഒരു 2 പീസ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ ആ ഒരു പീസ് നമുക്ക് ആദ്യം ജോയിൻ ചെയ്തതിന് ശേഷം 25 ഇഞ്ചസ് ലെങ്ത് മാർക്ക് ചെയ്യാം. ഇലാസ്റ്റിക് നമുക്ക് വേണ്ടത് 12 ഇഞ്ചസാണ്, അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നോർമലി നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിൽ തന്നെ നമുക്ക് 2 സൈഡും ഫസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സീമ് പുറത്ത് വരാത്ത രീതിയിൽ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു മെത്തേഡായാലും മതി, നിങ്ങൾക്ക് ഏത് മെത്തേഡായാലും കുഴപ്പമില്ല, നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് വള്ളി കോർത്ത് കൊടുക്കാം. ഫസ്റ്റ് വള്ളി കോർത്തതിന് ശേഷം ഒരെൻഡ് നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദെൻ പിന്നെ റിമൂവ് ചെയ്തതിന് ശേഷം അതർ എൻഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ മടക്കി ഇതിൻ്റെ ഒരു എൻഡ് കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഇലാസ്റ്റിക്കോട് കൂടി സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ നോർമലി ആ ഒരു കുപ്പായത്തിൻ്റെ പുറത്ത് നമ്മൾ ആ ഫേസിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫേസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഫേസിൻ്റെ ലെങ്ത്. ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ഇലാസ്റ്റിക്കില്ലേ, ആ ഒരു ബാൻഡ് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, ഈസി മെത്തേഡാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് പാക്ക് ചെയ്യാം. അപ്പം നല്ല നീറ്റായിട്ട് അയൺ ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം പാക്കിംഗ് കവറിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം. ബൈ.